ഒരു ക്വസ്റ്റ്യൻ ബേസിലേട്ടനോട് ചോദിച്ചോട്ടെ എന്നോ? ചോദിക്കാമോ? ചോദിച്ചു. നീങ്ങ് വാ, നിനക്ക് മൈക്ക് തരാനും ഓടി വാ. നീ സമയം കളയുന്നതിന് ആളാണല്ലോ നീ. എടാ ഒന്ന് ഓടി പാടാ അവാടേ. എടാ നിനക്ക് ഓടാൻ അറിയാവോ? ഒന്ന് ഓടി വരുവോ? വാ, നിന്റെ ചോദ്യം ചോദിക്കുക. എന്താണ്? ബേസിലേട്ടാ, ഹായ്. അപ്പൊ ബേസിലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് വിനീതേട്ടൻ അയച്ചൊരു മെസ്സേജാണ് ചേട്ടൻ്റെ ജീവിതം മാറ്റിയെന്ന്. ഞാൻ ഇപ്പോൾ +2 പഠിക്കുക. എനിക്കും ഒരു 3ാം ക്ലാസ് മുതൽ സിനിമയിൽ കയറണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ചേട്ടനൊരു ഓപ്പർച്യൂണിറ്റി, ചേട്ടനൊരു ഇപ്പം പറഞ്ഞാൽ നാളത്തെ ചരിത്രമാവും. ഇപ്പം +2 ഫുൾ A+ വാങ്ങിയിട്ടുള്ളൂ, പോയി പഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ചേട്ടൻ എന്ത് ക്രൈറ്റീരിയ പറഞ്ഞാലും ഞാൻ ചെയ്ത് കാണിച്ചു തരും. ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആവണം. ഒരു ഓപ്പർച്യൂണിറ്റി തരൂ ചേട്ടാ പ്ലീസ്. MLA കത്തില്ലാണ്ട് നീ അത് മേടിക്കുവോ? ബേസിലെ പറഞ്ഞു, ഉത്തരം പറഞ്ഞു. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്ന് ഈ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നമ്മൾ അവസരങ്ങൾ നമ്മൾ അങ്ങോട്ട് ഇടിച്ചു തന്നാലാണല്ലോ കിട്ടുള്ളൂ, അല്ലാതെ ആരും ഇങ്ങോട്ട് കൊണ്ട് തരുമില്ലല്ലോ. സോ അത് നന്നായിട്ടിരിക്കട്ടെ, അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. പക്ഷെ ഞാൻ എന്തെങ്കിലും പോർട്ട്ഫോളിയോയോ പ്രൊഫൈലോ അങ്ങനെ എന്തെങ്കിലും അയക്കൂ. ഈ പറയുന്ന നീ എനിക്ക് അയച്ചാൽ മതി മോനെ, ഞാൻ മുട്ടിച്ചു തരാം. ഒഴിവാക്കിയതാ ചെയ്തു തരാന്ന് പറഞ്ഞ. എനിക്ക് ഇവിടെ വെച്ച് ഇപ്പൊ അവസരം തരാൻ പറ്റുമോ? എന്തെങ്കിലും നീ ഒരു പോർട്ട്ഫോളിയോ അയച്ചതാ എന്തായാലും. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനല്ലേ കോണ്ടാക്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നേ. ഇൻസ്റ്റയില് കുറച്ച് പാടായിരിക്കും. ഈ നമ്പറിലൊന്നും മെസ്സേജ് അയച്ചാൽ വേറെ ആരും കൊടുക്കരുത്. ഞാൻ മൈക്ക് മേടിച്ചത് നന്നായി. എല്ലാവരും അത് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞേനെ. നിങ്ങളുടെ മണ്ഡലത്തിലുള്ളൊരു പയ്യൻ എന്നെ വിളിക്കുന്നു എന്നും പറഞ്ഞ് ബേസിലേറ്റി എന്നോട് പറയരുത് കേട്ടോ. ഡിയർ, സീരിയസ് ആയിട്ട് നിന്റെ കോൺഫിഡൻസ് നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. വേണ്ടത് ചെയ്യാം. എന്തായാലും നീ വലിയ നിലയിലെത്തും, അതുറപ്പാ. നമുക്ക് ആദ്യം ശ്രവണ സംസാര HSS വെസ്റ്റ് യാക്കരയിലെ കുട്ടികളാണ് വരേണ്ടത്. പേര് വിളികൾ ഇല്ല, പേര് വിളിച്ചത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആ കുട്ടികൾ കൃത്യമായിട്ട് ഒരു വശത്ത് നിന്ന് കയറി വരിക, സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുക, മറുവശത്തുകൂടെ ഇറങ്ങി പോവുക. ശ്രവണ സംസാര HSSലെ കുട്ടികൾ ആദ്യം വരിക. എന്നാൽ ഈ സമയത്ത് നമുക്ക് 10 ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിൻ്റെ സംഗീത ലോകത്തിന് വലിയ നഷ്ടമുണ്ടായൊരു കാര്യമാണ് എസ് ജാനകി അമ്മയുടെ വിയോഗം എന്ന് പറയുന്നത്. എസ് ജാനകി അമ്മയുടെ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ആകാം. ലോക എല്ലാവരും കണ്ടതല്ലേ? അതിലൊരു പഴയ പാട്ട് രണ്ടാമത് വന്നിട്ടുണ്ട്. അതൊരു സൈഡിൽ നിന്നും നിങ്ങൾ ഇവിടെ നിന്ന് ആ പാട്ടങ്ങ് തുടങ്ങിക്കോ. ഈ സ്റ്റേജിൽ നിൽക്കുന്നവർക്കും കൂടെ ബേസിലൊന്ന് കൊടുക്കൂ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലെ ഇതേ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മുടെ അതിഥിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വലിയ തിരക്കിലാണ് വന്നിട്ടുള്ളത്. ബാക്കി നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാം. നമുക്ക് നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെ പരിപാടികൾ ചെയ്യാം. അപ്പോൾ ബേസിൽ ഒരു വരി പറയാം. അതിനുശേഷം ബേസിൽ സ്വസ്ഥമായിട്ടൊരു സൈഡിൽ കൂടെ പൊക്കോളും. ഞാൻ കൊണ്ടാക്കിയിട്ട് ഓടി വരും. അതുവരെ ഒരു ഒറ്റ പാട്ടിൻ്റെ സമയം നിങ്ങളിവിടെ ഇരിക്കുക. വന്നിട്ട് നമ്മൾ ബാക്കി പരിപാടികൾ തുടരും. യാത്ര പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ വിജയികൾക്കും കൺഗ്രാറ്റ്സ്. വിജയിക്കാത്തവർക്കും അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ വീണ്ടും അടുത്ത സെറ്റ് ഓഫ് എക്സാംസ് വരുമ്പോൾ വീണ്ടും വിജയം ഉണ്ടാവട്ടെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം എത്രയും പ്രിയപ്പെട്ട പിഷു സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലേക്കുള്ളൊരു കരിയർ സ്വിച്ച് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഇത്രയും ആൾക്കാരുടെ സ്നേഹം ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ പുതിയ രീതിയിൽ പുതിയ മാറ്റങ്ങൾ സമൂഹത്തിനും പാലക്കാടുകാർക്കും ഒക്കെ വരുത്താൻ എത്രയും പ്രിയപ്പെട്ട പിഷുവിനും സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാനൊന്ന് ബേസിലിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് സ്റ്റേജിലോട്ട് വരും. അപ്പം ഇതെല്ലാവരും കൂടി ഡെക്കറം പൊളിച്ച് പുറത്തേക്ക് വരരുത്. ഇവിടെ
അടുത്തത് മോയൻസ് സ്കൂളാണ് നമ്മുടെ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കേണ്ടത്. ഒപ്പം ഇവിടെ ഈ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രേട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ ഓർമ്മകൾ വരുന്നുണ്ട്. ആ സമയത്ത് ഏതൊക്കെയോ ചില കണക്ഷൻസ് ചന്ദ്രേട്ടന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രേട്ടന് വേണ്ടി അടുത്ത പാട്ട് നീ പാടുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ബേസിലിനാക്കിയിട്ട് വരാം. വന്നിട്ട് പരിപാടി തുടരും.